നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരള ജനകീയ തൊഴിൽ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂൺ 21 സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 രാവിലെ 10 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ മെഗാ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും. ചുരുങ്ങിയത് 5000 പേർക്കെങ്കിലും ജോലി ലഭ്യമാക്കുക എന്നതാണ് കണ്ണൂർ മെഗാ ജോബ് ഫെയറിന്റെ ലക്ഷ്യം. മെഗാ ജോബ് ഫെയർ കാലത്ത് 10 മണിക്കാണ് നമ്മുടെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. ഇതാണ് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. പിന്നെ ഞാനിവിടെ കണ്ണൂർ ജില്ലക്കാരെന്ന നിലയിൽ ഞാനുണ്ടായിരിക്കും. ജില്ലയിലെ MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു ജനകീയ പ്രാതിനിധ്യത്തോടു കൂടിയാണ് ഇതിൻ്റെ ചടങ്ങ് തന്നെ. ജോബ് ഫെയറിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. മെയ് ആദ്യ വാരത്തിലാണ് മെഗാ ജോബ് ഫെയർ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ആരംഭിച്ചത്. 2025 ജില്ലയിലെ 10000 വിദ്യാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുങ്ങിയത് 5000 പേർക്കെങ്കിലും പ്ലേസ്മെൻറ്റ് ലഭ്യമാക്കുക എന്നതാണ് ജോബ് സംഘാടകന്മാരുടെ ഒരു ലക്ഷ്യബോധം. അതാണ് കണ്ണൂർ മെഗാ ജോബ് ഫെയർസിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ നമ്മുടെ DWMS ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത തൊഴിലിന് അപേക്ഷ നൽകിയവർക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാനുള്ള അവസരം നിശ്ചയിച്ചിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ MV ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷത വഹിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യ അതിഥിയാകും. ജില്ലയിലെ MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ 10000 ഉദ്യോഗാർത്ഥികൾക്ക് വരെ പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചുരുങ്ങിയത് 5000 പേർക്കെങ്കിലും ജോലി ലഭ്യമാക്കുക എന്നതാണ് കണ്ണൂർ മെഗാ ജോബ് ഫെയറിന്റെ ലക്ഷ്യം. നോളജ് ഇക്കോണമി മിഷന്റെ DWMS ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് തൊഴിലിന് അപേക്ഷ നൽകിയവർക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ അവസരം. ജൂൺ 20 വരെ ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. ജില്ലയിലെ 12000-ലധികം ഉദ്യോഗാർത്ഥികൾ DWMS പോർട്ടൽ വഴി തൊഴിൽ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് 5 അപേക്ഷ വരെ സമർപ്പിക്കാം എന്നതിനാൽ തന്നെ വിവിധ ഒഴിവുകളിലേക്കായി ഇതുവരെ 32000-ലധികം അപേക്ഷകളും പോർട്ടലിൽ ലഭിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 150-ലധികം കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ഇതുവരെയായി 445 തൊഴിൽ വിഭാഗങ്ങളിലായി 35,000-ലധികം ഒഴിവുകൾ DWMS പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ട്. +2 മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വൈവിധ്യമാർന്ന തൊഴിലവസരങ്ങളാണ് കണ്ണൂർ ജോബ് ഫെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ തന്നെയുള്ള ധാരാളം തൊഴിലവസരങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന 93 തൊഴിൽ വിഭാഗങ്ങളും 3587 ഒഴിവുകളുമുണ്ട്. ITI സാങ്കേതിക ഡിപ്ലോമമാർക്ക് മികച്ച അവസരങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ITI യോഗ്യതയുള്ളവർക്ക് 40 തസ്തികകളിലായി 12548 ഒഴിവുകളുണ്ട്. സാങ്കേതിക ഡിപ്ലോമ നേടിയവർക്ക് 64 വിഭാഗങ്ങളിലായി 6500-ലധികം അവസരങ്ങളുമുണ്ട്. ബിരുദധാരികൾക്കും വിവിധ സ്ട്രീമുകളിലെ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കുമായി 142 കാറ്റഗറികളിലായി 8050-ലധികം അവസരങ്ങൾ ലഭ്യമാണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ തുടങ്ങിയ സാങ്കേതിക ഡിപ്ലോമ നേടിയവർക്കും ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലയിലുള്ളവർക്കും വെർച്വൽ ജോബ് ഫെയറിൽ പങ്കെടുക്കാം. 19 വിഭാഗങ്ങളിലായി 2500-ലധികം തൊഴിലവസരങ്ങൾ വെർച്വൽ മേളയിൽ ലഭ്യമാണ്. പരിചയസമ്പന്നരോടൊപ്പം തുടക്കക്കാർക്കും അപേക്ഷിക്കാനാവുന്നതും താരതമ്യേന മികച്ച ശമ്പളം ഓഫർ ചെയ്യുന്നതുമായ ഒഴിവുകളുമാണ് കൂടുതലായും കണ്ണൂർ ജോബ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 15,000 മുതൽ 3.5 ലക്ഷം രൂപ വരെ ശമ്പളം ഓഫർ ചെയ്യുന്ന തസ്തികകൾ ലഭ്യമാണ് എന്നതും ജോബ് ഫെയറിനെ വ്യത്യസ്തമാക്കുന്നു. ഹെൽത്ത് കെയർ മേഖലയിൽ ജർമ്മനിയിലേക്ക് പോകാൻ താൽപര്യമുള്ളവർക്ക് 1050 നഴ്സുമാരുടെ ഒഴിവും മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും ടോക്കണുകൾ കൈപ്പറ്റാനും ആകെ 23 രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ 4 ടൈം സ്ലോട്ടുകളായി സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് പയ്യന്നൂർ, തളിപ്പറമ്പ്, എടക്കാട് ബ്ലോക്കുകളിലെ ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണം. 10 മണിക്ക് ഇരിക്കൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ ബ്ലോക്കുകൾ, 11:30 ഇരിട്ടി, പേരാവൂർ, കണ്ണൂർ, കല്യാശ്ശേരി ബ്ലോക്കുകൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് എല്ലാ നഗരങ്ങളിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ട് ചെയ്ത് ടോക്കണുകൾ കൈപ്പറ്റണം. KV സുമേഷ് MLA, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ M സുർജിത്ത്, കണ്ണൂർ ADM കലാഭാസ്കർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.